ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന വാശിയിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM പിന്മാറിയതാണ്. പിന്നീട് പല തീർത്ഥാടന കാലങ്ങൾ ഉണ്ടായെങ്കിലും 2018 അബദ്ധം കാണിക്കാൻ ഒരുങ്ങിയില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിലും ടേൺ വരുന്നു. ഇതുവരെ നവോത്ഥാനത്തിനു വേണ്ടി വാതോരാതെ വാദിച്ചവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ മാറ്റി വിശ്വാസികളുടെ പക്ഷം ചേരുന്നു. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ നിയമോപദേശം തേടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത് 2 ഹൈന്ദവ സംഘടനകളുടെയും സഹകരണവുമായി ചേർത്ത് വായിക്കാം. നവോത്ഥാന വനിതാ മതിലിന് ഒപ്പം അണിചേർന്ന പലർക്കും സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധമുണ്ട്. KPMS ഇക്കാര്യം തുറന്നു പറഞ്ഞു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ മുൻ കൺവീനർ പുന്നല ശ്രീകുമാർ സർക്കാർ ചെയ്യുന്നത് മണ്ടത്തരമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് അയ്യപ്പ സംഗമത്തിൽ ചേർക്കാനുള്ള തന്ത്രത്തിൽ പക്ഷേ UDF വീണില്ല. തന്ത്രപരമായ അകലം പാലിച്ചത് 2 ചോദ്യങ്ങൾ ചോദിച്ചാണ്. 1. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് പരസ്യമായി പറയുമോ? 2. ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുമോ? വിശ്വാസികളും പുരോഗമനക്കാരും എന്ന രീതിയിൽ ശബരിമല വിധിക്ക് ശേഷം 2 പക്ഷത്തായി നിന്ന് വാഗ്വാദം നടത്തിയവരിൽ നിന്ന് സർക്കാരും വിശ്വാസിപക്ഷം ചേരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സർക്കാരിനെതിരായ അവിശ്വാസമാവുകയാണ്. അതിന് കാരണം മറച്ചുപിടിക്കലാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന നിലപാടിന് വിശ്വാസ്യത കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡും സർക്കാരും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നുവെന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നിലപാടിലേക്ക് പോകുന്നുണ്ടോ എന്ന് തുറന്നു പറയണം. അതല്ലാതെ അർത്ഥവിരാമത്തിൽ നിർത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തിയും അയ്യപ്പ സംഗമം നടത്തിയും അല്ല വിശ്വാസ്യത തെളിയിക്കേണ്ടത്. ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമെന്നും ലിംഗസമത്വത്തിനൊപ്പമെന്നും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല. ഒന്നിൽ ഉറച്ചു നിൽക്കണം. ദേവസ്വം മന്ത്രി VN വാസവനും സർക്കാർ നിലപാട് തിരുത്തുമോ ഇല്ലയോ എന്ന് തുറന്നു പറയുന്നില്ല. കോടതിയിൽ വരുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: വനിതാ മതിലും നവോത്ഥാനവും ലിംഗസമത്വവും ഒന്നും ഇനി ഉച്ചത്തിൽ പറയില്ല. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്നും വീമ്പടിക്കില്ല. മറിച്ച് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് 2 വള്ളത്തിൽ നിൽക്കും. എല്ലാം അടഞ്ഞ അധ്യായമെന്ന് പറഞ്ഞ് മറക്കാവുന്നതല്ല ശബരിമല വിഷയത്തിൽ സർക്കാരും LDFും കാട്ടിക്കൂട്ടിയത്. 2019 മുതൽ നിലപാടിൽ മാറ്റം വരുത്തിയെന്ന സൂചന കിട്ടിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ആചാരാനുഷ്ഠാനത്തിൽ മാറ്റം വരുത്താതെയുള്ള സത്യവാങ്മൂലം നൽകുമെന്ന് പറയുന്നത്. അതായത് ഇരട്ടത്താപ്പിൽ നിന്ന് മാറി വ്യക്തമായ നിലപാടിലേക്ക് വരുന്നു. ആർത്തവത്തിൽ നിന്ന് റെഡി ടു വെയിറ്റിലേക്കുള്ള നിലപാട് മാറ്റം. എല്ലാം വോട്ടുറപ്പിക്കാൻ.